എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഉദയനാപുരത്തപ്പൻ്റെ കുമാരനല്ലൂരിനെ കുറിച്ചാണ്. കേരളത്തിലെ അതിപുരാതനവും പ്രസിദ്ധവുമായ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഉദയനാപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കോട്ടയം ജില്ലയിൽ ക്ഷേത്രനഗരമായ വൈക്കത്ത് നിന്ന് എറണാകുളം റൂട്ടിൽ 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഉദയനാപുരം ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. പ്രസിദ്ധമായ വൈക്കം മഹാദേവ ക്ഷേത്രവുമായും കുമരനെല്ലൂർ ഭഗവതി ക്ഷേത്രവുമായും അടുത്ത ബന്ധമുള്ള ക്ഷേത്രമാണിത്. ഉപദേവന്മാരില്ലാത്ത ക്ഷേത്രമെന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിന് ഉണ്ട്. ഉദയനാപുരത്തപ്പൻ വൈക്കം മഹാദേവൻ്റെ പുത്രനാണെന്നതുകൊണ്ട് ദേവൻ്റെയും ഭക്തരുടെയും ഭക്തിവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി അച്ഛൻ്റെ പ്രതിപുരുഷ സ്ഥാനത്ത് ദേശനാഥനായി ഇവിടെ വിരാജിക്കുന്നു. വൃശ്ചികമാസത്തിൽ വൈക്കത്തഷ്ടമി ദിവസം സുബ്രഹ്മണ്യസ്വാമി പിതാവിനെ കാണാൻ വൈക്കത്തെത്തുന്നു. ഉദയനാപുരത്തപ്പൻ്റെ പുറപ്പാട് കേരളക്കര ആകെ വളരെ പ്രസിദ്ധമാണ്. സായുധ പോലീസ് ദേവൻ്റെ ഇരുവശവും നിന്ന് ആനയിച്ചാണ് വൈക്കം ക്ഷേത്രത്തിലേക്ക് രാജവീഥിയിലൂടെ നീങ്ങുന്നത്. ഇരുവരും ഒന്നിച്ചുള്ള എഴുന്നള്ളത്തുകൾ ഈ ദിവസത്തെ വിശേഷമാണ്. വൃശ്ചികമാസത്തിൽ തന്നെയാണ് ഇവിടത്തെ ക്ഷേത്രോത്സവവും. രോഹിണി ആറാട്ടായി 10 ദിവസം വരുന്ന ഈ ഉത്സവത്തിൻ്റെ 9ാം ദിവസമായ തൃക്കാർത്തിക ഇവിടെ വിശേഷമാണ്. ഉദയനാപുരത്തും കുമരനെല്ലൂരും ഒരേ ദിവസം തന്നെയാണ് തൃക്കൊടിയേറ്റ് നടക്കുന്നത്. അന്നേ ദിവസം രാവിലെ ഉദയനാപുരത്ത് നടക്കുന്ന കൊടിയേറ്റ് കർമ്മങ്ങളിൽ കുമരനെല്ലൂർ ക്ഷേത്രാധികാരികളും വൈകിട്ട് കുമരനെല്ലൂരിൽ നടക്കുന്ന കൊടിയേറ്റിൽ ഉദയനാപുരത്ത് നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കാറുണ്ട്. 2 സംഘങ്ങളും തൃപ്പടിയിൽ നെയ്യ്, മറ്റ് കാഴ്ചദ്രവ്യങ്ങളും സമർപ്പിക്കാറുണ്ട്. ചേരൻ ചെങ്കുട്ടവൻ എന്ന രാജാവ് 1600 വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്തിനടുത്ത് ഇന്ന് കുമരനെല്ലൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് സുബ്രഹ്മണ്യ സ്വാമിക്കും വൈക്കത്തിനടുത്ത് ഇന്ന് ഉദയനാപുരം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഭഗവതിക്കുമായി ഓരോ ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു. അങ്ങനെ പണി നടത്തുന്നതിനിടയിൽ ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു സന്ദേശം കിട്ടി. പ്രസിദ്ധമായ മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ ദേവിയുടെ മൂക്കുത്തി കാണാതായിരിക്കുന്നു എന്നായിരുന്നു സന്ദേശം. കോപാന്ധനായ രാജാവ് ഉടനെ പൂജാരിയെ വിളിച്ചു വരുത്തി മൂക്കൂത്തി 41 ദിവസത്തിനകം തിരികെ എത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. തീർത്തും ദുഃഖിതനായ പൂജാരി ചെയ്യാത്ത തെറ്റിന് തനിക്ക് വിധിച്ചിരിക്കുന്ന ശിക്ഷയിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ മധുര മീനാക്ഷിയെ ശരണം പ്രാപിച്ചു. തുടർന്നുള്ള 40 ദിവസം വേദനയോടെ തള്ളിനീക്കി. 40ാം ദിവസം രാത്രി ഉറക്കത്തിൽ പൂജാരിക്ക് ദേവിയുടെ സ്വപ്ന ദർശനമുണ്ടായി. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തോട് സ്ഥലം വിടാനായിരുന്നു സ്വപ്നദർശനത്തിലെ കൽപ്പന. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ പൂജാരി അഭൗമമായ ഒരു തേജസ് ആകാശമാർഗം കടന്നു പോകുന്നത് കണ്ടു. അതിനെ പിന്തുടർന്ന് ഏറെ ദൂരം യാത്ര ചെയ്ത അദ്ദേഹം ഒടുവിൽ എത്തിച്ചേർന്നത് ഇന്ന് കുമരനെല്ലൂരായി അറിയപ്പെടുന്ന സുബ്രഹ്മണ്യ സ്വാമിക്കായി പണിതീർത്ത ക്ഷേത്രത്തിലാണ്. അഭൗമമായ ആ തേജസ് പണിതീർന്ന് സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്കായി തയ്യാറായിരുന്ന ശ്രീകോവിലിൽ പ്രവേശിച്ചു. തുടർന്ന് ആകാശത്തുനിന്ന് ഒരു അശരീരി മുഴങ്ങി. കുമാരനല്ല ഊരിൽ എന്നായിരുന്നു ആ അശരീരി. ഇതാണ് കുമാരനെല്ലൂർ ആയതെന്നാണ് വിശ്വാസം. സ്തബ്ധരായി നിന്ന ജോലിക്കാർ വിവരം രാജാവിനെ അറിയിച്ചു. തുടർന്ന് അദ്ദേഹം ക്ഷേത്രത്തിലെത്തി അവിടെ പ്രതിഷ്ഠയ്ക്കായി സൂക്ഷിച്ചിരുന്ന സുബ്രഹ്മണ്യ വിഗ്രഹവും എടുത്തുകൊണ്ട് ഭഗവതിയെ പ്രതിഷ്ഠിക്കുവാൻ പണിത് ഉദയനായകീപുരം എന്ന് പേര് നൽകിയ ക്ഷേത്രപ്രദേശം ലക്ഷ്യമാക്കി പുറപ്പെട്ടു. തുടർന്ന് ഒരു ശുഭമുഹൂർത്തത്തിൽ അദ്ദേഹം അവിടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ വേണ്ടതായ ഉത്തരവ് നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ഭഗവതിക്കായി പണിത ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമി കുടികൊണ്ടത്. ഈ സംഭവത്തെ അനുസ്മരിച്ച് ഇന്നും ഉദയനാപുരത്തപ്പൻ്റെ ശ്രീകോവിലിൻ്റെ തെക്കുവശത്ത് നാലമ്പലത്തിൽ ഉള്ള മണ്ഡപത്തിൽ കുമരനെല്ലൂരമ്മയ്ക്കായി എന്നും
മുടങ്ങാതെ ഭഗവതി സേവ നടന്നു വരുന്നുണ്ട്. കൗതുകകരമായ വസ്തുത കുമരനെല്ലൂർ ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്കായി നട അടയ്ക്കാറില്ല എന്നതാണ്. കാരണം ആ സമയത്ത് വാത്സല്യനിധിയായ അമ്മ തൻ്റെ പുത്രൻ്റെ പൂജകൾ ഏറ്റുവാങ്ങാൻ ഉദയനാപുരത്തെത്തുന്നു എന്ന വിശ്വാസമാണ്. ഉദയനാപുരം ദേശവാസികൾ കുമരനെല്ലൂർ അമ്മയുടെ അടുത്തും കുമരനെല്ലൂർ ദേശവാസികൾ ഉദയനാപുരത്തപ്പൻ്റെ അടുത്തും മറ്റ് ദേശവാസികൾ കുമരനെല്ലൂർ, വൈക്കം, ഉദയനാപുരം തീർത്ഥാടനം നടത്തുന്നതും ജന്മസുകൃതമാണ്. ഉദയനാപുരേശ ശരണം, കുമരനെല്ലൂരമ്മേ ശരണം, തിരുവൈക്കത്തപ്പ ശരണം, കാത്തുരക്ഷിക്കണേ. നന്ദി.